ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സജിനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ദിയാസനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇത് കണക്കാണ് പറയുന്നത്. ഇത് കണക്ക് ദിയ തൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കൊണ്ടുപോയി ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടെ തന്നെ തൻ്റെ കൂടെയുള്ളവരുടെ അടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും തൻ്റെ വീട്ടിൽ വന്ന് ഇത് കണക്ക് ഉപയോഗിക്കാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് താൻ തടഞ്ഞു. അന്ന് തൊട്ടാണ് ഇത് കണക്കത്തുള്ള കാര്യങ്ങളും തനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വെളി വരാമെന്നുള്ള രീതിയിലൊക്കെ എന്നായിരുന്നു സജിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഇപ്പോൾ ദിയാസനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഈ തൻ്റെ പേരിൽ ഇതാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നുള്ള കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മെയിനായിട്ട് നോക്കുന്നത് അവരുടെ പേരിലുള്ള കളങ്കം മാറ്റാൻ വേണ്ടിയാണ്. അവർ ഇതേ കണക്ക് 3 കോടി വാങ്ങിച്ചിട്ടുണ്ട്, പണം തട്ടിയതും അതോടെ തന്നെ പല റിലേഷനിലും ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം പുറത്തു പോകാനോ അല്ലെങ്കിൽ ആൾക്കാരത് മറക്കാൻ വേണ്ടിയാണ് എൻ്റെ പേരുണ്ട് ഇതിനകത്ത് വലിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കുണ്ടെങ്കിൽ ആരെയും പേടിയൊന്നും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു ദിയാസാന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കുണ്ടെങ്കിൽ പല തെളിവുകളും വേണമെങ്കിൽ കാണിക്കാം എന്നുള്ള രീതിയിലൊക്കെ ദിയാസാന പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ സജിനെ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പല തെളിവുകളും ഉണ്ട് ദിയക്കെതിരെ, അതുകൊണ്ടെങ്കിൽ ഞാനും തരാൻ വേണ്ടി തയ്യാറാണ്. മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പോലീസ് അതോടെ തന്നെ ഇവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള രീതിയിലായിരുന്നു സജിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.